തൃശൂർ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് LP സ്കൂളിലെ കെട്ടിടം തകർച്ചാ ഭീഷണിയിൽ. 100 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് സ്കൂളിലെ LP വിഭാഗം ക്ലാസ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിന്റെ ചുവരുകളടക്കം ദ്രവിച്ച നിലയിലാണ്. ഓടുകൾ തകർന്നതിനെ തുടർന്ന് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ചാണ് ക്ലാസുകൾ നടത്തുന്നത്. സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. തൃശൂർ താന്യം പഞ്ചായത്തിന് കീഴിലുള്ള പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായുള്ള LP സ്കൂളാണ് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്നത്. 100 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയും ചുവരുകളും അടക്കം ദ്രവിച്ച നിലയിലാണ്. ഓടിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് ടാർപോളിൻ ഷീറ്റുകൾ കെട്ടിയാണ് ക്ലാസുകൾ നടത്തുന്നത്. പുതിയ കെട്ടിടത്തിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ലെന്നും ഫണ്ടില്ലെന്ന് പറഞ്ഞ MLA കൈയൊഴിഞ്ഞുവെന്നും പ്രദേശവാസികൾ പറയുന്നു. 2 ക്ലാസ് റൂമുകൾ ഇന്ന് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഓഡിറ്റോറിയത്തിലും ഒക്കെ ആയിട്ടാണ് ഇവിടെ ക്ലാസ് നടക്കുന്നത്. ഇതിനോട് അനുബന്ധിച്ചുള്ള പല ആവശ്യങ്ങളും ഇവിടുത്തെ PTA പൂർവ്വ സംഘടനയും ഇവിടുത്തെ ഭരണാധികാരിയോട് പലപ്പോഴും പറഞ്ഞെങ്കിലും അതിലൊന്നും ചെവിക്കൊള്ളാതെ ഇന്ന് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് ഈ വിദ്യാർത്ഥികൾ ഇന്ന് ഇരുന്ന് പഠിക്കേണ്ട സ്ഥിതിയിൽ എത്തിയിട്ടുള്ളത്. LP UP ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലടക്കം 700-ലധികം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയത്തിന്റെ ഒരു ഭാഗമാണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. പുതിയ കെട്ടിടം വേണമെന്ന അധ്യാപകരടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അധികാരികൾ കേട്ടഭാവം നടിക്കുന്നില്ലെന്ന പൂർവ്വ വിദ്യാർത്ഥികളും പറയുന്നു. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വന്നു, സ്കൂളുകൾക്കൊക്കെ വളരെ കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ രക്ഷിതാക്കൾ എല്ലാവരും വളരെ ആശങ്കയിലാണ്. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടം ഉണ്ടാക്കി തരാനുള്ളൊരു സംവിധാനം ഇവിടുത്തെ സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തകർച്ചാ ഭീഷണി നേരിടുന്ന കെട്ടിടത്തിൽ നിന്ന് കുട്ടികളുടെ പഠനം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാരും രക്ഷിതാക്കളും പറയുന്നു. അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ഉടൻ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അത്രയധികം പഴക്കമുള്ള ഈ ബിൽഡിങ്ങിൽ പിള്ളേരുകൾ ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ കുറേ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൻ്റെ മേൽക്കൂരടിഞ്ഞ് വീണതും അതൊക്കെ. ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ട് വേണം നമുക്കിവിടെ ഈ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുകയെന്ന് വെച്ചാൽ അതൊരു വലിയൊരു സംഭവമായി മാറും. അത് എന്നുവെച്ചാൽ വല്ല വിദ്യാർത്ഥികൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാലും ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം പ്രതികരിക്കുന്നതിന് പകരം ഇവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാം ദുരന്തം ആവർത്തിക്കാതിരിക്കാനും ദുരന്തം സംഭവിക്കാതിരിക്കാനും വേണ്ടി മുൻകരുതൽ എന്ന നിലയ്ക്ക് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് നടത്തിക്കൊണ്ട് അത് കുട്ടികളുടെ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്തുവാൻ ഇവിടുത്തെ അധികാരികൾ ശ്രമിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കുട്ടികളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അത് ഞങ്ങൾ പലപ്പോഴും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ട് അവരാരും തന്നെ അതിനു വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ അത്രയും പഴക്കം ചെന്ന കെട്ടിടമാണ്. ഈ ടാർപോളിൻ വിരിച്ചാണ് ആ കെട്ടിടം നിലനിൽക്കുന്നത് തന്നെ. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ കെട്ടിടങ്ങളുടെ കണക്കെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉള്ളത്. ഈ സാഹചര്യത്തിലെങ്കിലും ഈ സ്കൂളിനൊരു പുതിയ കെട്ടിടം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയല്ലേ ഉള്ളത്? തൃശൂർ പെരിങ്ങോട്ടുകരയിലെ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ കെട്ടിടമാണ്. 100 വർഷത്തോളം അധികം പഴക്കമുള്ള ആ ഒരു കെട്ടിടമാണ് ഇപ്പോൾ ഈ ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നത്. ഏറ്റവും ഭീകരമായ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇപ്പോഴും ചെറിയ കുട്ടികൾ ഈ ഒരു കെട്ടിടത്തിന് കീഴിലിരുന്ന് അല്ലെങ്കിൽ കെട്ടിടം പ്രവർത്തിക്കുന്ന ആ ഒരു ക്ലാസ്സുകളിൽ തന്നെയാണ് ഇപ്പോഴും പഠിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഈ കെട്ടിടത്തിൻ്റെ ഓട് മുഴുവൻ തകർന്ന് ഒരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയാണ് നിലവിൽ ക്ലാസ്സുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്ന് വെള്ളം ഉള്ളിലേക്ക് ഒലിച്ചിറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ക്ലാസ്സുകൾ അവിടെ നിന്നും മാറ്റി മറ്റ് ക്ലാസ്സുകളിലേക്കോ അല്ലെങ്കിൽ പുറത്തുള്ള സ്റ്റേജിലേക്കോ ഒക്കെ ക്ലാസ്സുകൾ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് അധ്യാപകർ തന്നെ പറയുന്നുണ്ട്. ഇത്രത്തോളം വലിയ പരിതാപകരമായി നിലനിൽക്കുന്ന കെട്ടിടം, 100 വർഷത്തിനപ്പുറം പഴക്കമുള്ള കെട്ടിടം എന്തുകൊണ്ട് പൊളിച്ചു മാറ്റി അത് പുതിയ കെട്ടിടം പണിയാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികമായും ഈ ഒരു പ്രദേശവാസികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോഴും പഞ്ചായത്ത് കൈയൊഴുകിയാണ്. അവരാരും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. MLAയും ഇത്തരത്തിൽ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഇത് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ ആവശ്യമായി മാറിയ ഒരു സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ഈ കെട്ടിടം അത് പുനർനിർമ്മിച്ച നല്ല കെട്ടിടം സുരക്ഷിതമായി പഠിക്കാനുള്ള ഒരു സാഹചര്യം കുട്ടികൾക്ക് ഒരുക്കണം
എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ശക്തമാവുന്നത്. അല്ലെങ്കിൽ കൂടുതൽ സമരങ്ങളിലേക്കൊക്കെ ഇറങ്ങാനായി കാത്തിരിക്കുകയാണ് നാട്ടുകാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും. തൃശൂർ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് LP സ്കൂളിനാണ് ഈ ദുരവസ്ഥ. അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഉടൻ പുനർനിർമ്മിച്ച് നൽകണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ആവശ്യം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ് നാരായൺ.